ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഹേയ് ബനാനെ ഒരു പൂ തരാമോ, ഹേയ് ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ, മന്ദാകിനി ഒന്നാകുമോ ചിന്താമരേ എന്താമരേ. ഇപ്പോൾ നമ്മോട് കൂടെ ഉള്ളത് കേരളത്തിലെ ആഭാലവൃദ്ധം ജനങ്ങളും നെഞ്ചിലേറ്റിയ വൈറൽ സോങ് റീൽസ് താരം അഫ്സലാണ്. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവരുടെ താരമാണ്. അഫ്സലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ മൊത്തം കയ്യിലെടുത്ത് ആ വേദിയെ സമ്പുഷ്ടമാക്കിയ അഫ്സലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 100 കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ അഫ്സൽ ഒരു താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അഫ്സലിന് എന്താണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? അഫ്സൽ ഈ ഒരു സംഭവം ഇത്രയും സംഭവബഹുലമായിട്ട് വന്നതിനെ കുറിച്ച് എന്താണ് അഫ്സലിന് പറയാനുള്ളത്? സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് വ്യക്തികൾ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മളോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഈ സോങ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ വെറും 3000 മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ഫോളോവേഴ്സ് ഇന്ന് 60K മുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കിൻഷിപ്പ് ഫൗണ്ടേഷനിലെ എൻ്റെ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക്, അതുപോലെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന് ഒരുപാട് നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ 2 വർഷത്തോളമായി സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലായിട്ട് പോകാൻ തുടങ്ങിയിട്ട്. ഈ 2 വർഷത്തിൻ്റെ ഇടയിലായിട്ട് ഓണ പ്രോഗ്രാമിനൊക്കെ ഞാൻ അവിടെ പാട്ട് ആലപിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഉഷാറായിട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസുകൾ കളിച്ച് ഞാൻ പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. അത് അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട കിൻഷിപ്പിലെ വീൽചെയറിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്ന ആവേശം, അവർ തന്ന ഒരു സന്തോഷം, അതാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു പാട്ട് അവിടെ പാടാനും അത്തരത്തിലുള്ളൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വിജയമാക്കി തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാത്രമാണ്. ഏതൊരു വിജയത്തിൻ്റെ പിന്നിൽ അവരുടെ ഫാമിലിയാണ്, അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. അവരുടെ സപ്പോർട്ട് എത്രമാത്രം അഫ്സലിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്? ഫാമിലി സപ്പോർട്ടിങ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എല്ലാവരും എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചിരുന്നു, പുറത്താണ്, ഖത്തറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചിരുന്നു, സന്തോഷം അറിയിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾക്ക് ഉപദേശം തന്നിരുന്നു. അതുപോലെ ഉമ്മയും ഉപ്പയും എല്ലാവരും, എൻ്റെ പെങ്ങന്മാരും അളിയന്മാരും എല്ലാവരും നല്ല ഹാപ്പിയാണ്. അഫ്സലിൻ്റെ നേറ്റീവ് പ്ലേസ് ഇപ്പോൾ എവിടെ? തിരൂരാണോ കറക്റ്റ് അഫ്സലിൻ്റെ നേറ്റീവ് പ്ലേസ് വരുന്നത്? വീട് തലക്കടത്തൂര് തറയിൽ എന്നുള്ള സ്ഥലത്താണ്. അഫ്സൽ അരീക്കാട് എന്ന് പറയുന്ന വീട്ടിലാണ് അറിയപ്പെടാറ് കൂടുതലും. അഫ്സലൊരു പ്രൊഫഷണൽ സിംഗറായിട്ടാണ്. പക്ഷേ അത് അഫ്സലിൻ്റെ ജോലിയും ഈ ഒരു പ്രോഗ്രാമും തമ്മിൽ എങ്ങനെ ഇപ്പോൾ കമ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു? എൻ്റെ ജോലി ഞാൻ ഫോറിൻ മാർക്കറ്റിലെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു വണ്ടിൻ്റെ ആക്സറീസ് ഷോപ്പ്, നമ്മളെ റിലേറ്റീവ് ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. അവർ എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിലെ പ്രോഗ്രാമിനായാലും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ പ്രോഗ്രാമിനായാലും ലീവ് ചോദിക്കുമ്പോൾ അത് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പ്രോഗ്രാമിനെ പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് നല്ല സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ പറഞ്ഞയക്കുന്നവരാണ്. ഞാൻ ഇതുവരെ സൈഡായിട്ട് തന്നെയാണ് കൊണ്ട് നടന്നിട്ടുള്ളത്. ഇത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ഇനിയും മുൻപോട്ട്, അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവം മാത്രമാണ്. ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു മുമ്പ് ഞാൻ തുടക്കം കുറിച്ചിരുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഈ പാട്ടുമായിട്ട് മുന്നോട്ട് പോയാലോ എന്ന് ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എവിടെയും എത്തിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് പിന്നീടുള്ള ജോലിയും ഇതൊരു സൈഡ് രണ്ടും ഒരേ രീതിയിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയത്. അതിൽ സന്തോഷമാണ്. രണ്ടും കുഴപ്പമില്ല, നമുക്ക് സങ്കട കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല ആ കാര്യത്തിൽ. ഒരു ഭാഗത്ത് ജോലിയുണ്ട്, അതിന് മറുഭാഗത്ത് ഈ പാട്ടും കാര്യങ്ങളും അത് നടക്കുന്നുണ്ടെന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അഫ്സൽ വിദേശത്തേക്കൊക്കെ പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. പല ആളുകളും അഫ്സലിനെ പ്രത്യേകമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഫ്സൽ എന്നാണ് വിദേശത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എനിക്ക് ലഭിച്ചത്. മുൻകൂട്ടി വേറെ ആരൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് വിളിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. ഒരു 90% ഓക്കെയാണ്. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശരിയായി കിട്ടാനുണ്ട്. അതായത് ഒരു പക്ഷേ വ്യാഴാഴ്ച വൈകിട്ട് ഇവിടുന്ന് കയറേണ്ടി വരും. ഒരൊറ്റ ദിവസത്തെ പ്രോഗ്രാമാണ് പറഞ്ഞത്. 1-2 ദിവസത്തെ പ്രോഗ്രാം പറഞ്ഞിരുന്നു, പക്ഷേ ശനിയാഴ്ച എനിക്ക് പ്രോഗ്രാം നാട്ടിലുണ്ടായതുകൊണ്ട് ശനിയാഴ്ച ഉച്ച ആകുമ്പോഴേക്കും ഇവിടെ എത്തിച്ച് തരാമെന്നുള്ള ഒരു സൂചന അവർ തന്നിട്ടുണ്ടായിരുന്നു. അക്കുന്ന് തന്നെ ആരും എൻ്റെ ഫ്രണ്ട്സുകൾ കിട്ടില്ല. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയപ്പോൾ ഞാൻ അഫ്സൽ അക്കു എന്നാണ് പേരിട്ടിരുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ആ പേര് മാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അഫ്സൽ അക്കു തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞ്, എൻ്റെ കൂടെയുള്ള ഒരാൾ എന്നെ കൂടെ നിർബന്ധിച്ച് അഫ്സൽ അക്കു എന്ന് തന്നെ പേരിട്, അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതായിരുന്നു. അതിനുശേഷം എൻ്റെ ഫാമിലിയിൽ നിന്നായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ നിന്നായാലും പിന്നീടുള്ള അങ്ങോട്ട് എല്ലാവരും എന്നെ വിളിക്കൽ അഫ്സലെ എന്ന് നിർത്തിയിട്ട് അക്കു എന്നാണ് കൂടുതലും വിളിക്കാറുണ്ടായിരുന്നത്.
അത് പിന്നീട് അങ്ങോട്ട് ഇതുവരെ എത്തിപ്പെട്ടു. ഓക്കെ അഫ്സലെ, ഓക്കെ, താങ്ക് യു. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.